ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഏപ്രിൽ 12-ന്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. വലുതായിട്ടൊന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിരുന്നേ ഉള്ളൂ. ആദ്യം തന്നെ അപ്പോൾ നമ്മളിതാ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാണ്, ലൈറ്റ്സൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിപ്പോൾ 9 പോലെയുള്ളത് അതിങ്ങനെ അത് ശരിയാ, 9 എടുക്കാം. 3 കൊല്ലം കഴിഞ്ഞാൽ 9 ആവും. 9 ആയി പോയി. അതാ പീഡിയക്കാര് പറ്റിച്ച്. ചെറുതായിട്ടൊന്ന് പറ്റിച്ചതാന്ന് കവീന. അവൾ ആ 6 കണ്ടപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഇത് 9 ആയി പോയോന്ന്. അത് അവൾ തന്നെ എന്നിട്ട് പൊന്തിച്ചെടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ പറയലാന്ന്, ഇത് 9 ആയി പോയില്ലേ, നിന്നെ പറ്റിച്ചവരെന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. പിന്നെ ഞാനിതാ ഫുഡിലേക്ക് കടന്ന് ചില്ലി ചിക്കനും പൊറോട്ടയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമൽ നമ്മൾ ക്യാപ്സിക്കോ, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി, അപ്പോൾ അതിനകത്തേക്ക് നമ്മളെ ചിക്കനൊക്കെ ഇട്ടെടുത്ത് അങ്ങനെ ആക്കലാന്ന്. ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. മോളും അവളുടെ 2 ക്ലാസ്മേറ്റ്സും മാത്രം. അപ്പോൾ അവരെ അച്ഛനും അമ്മയും പിന്നെ നമ്മളും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ചില്ലി ചിക്കൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കാമെന്ന്. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മാത്രമാക്കിയിട്ട് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ കുറച്ച് കൂടുതൽ ആൾക്കാരെ വിളിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ടെൻഷനാവും, അപ്പോൾ ടേസ്റ്റ് മാറും. അതുപോലെ തന്നെയായിരുന്നു, എന്താ പറയുക, നമുക്കൊരു മനസ്സിലൊരു തൃപ്തിയാവാത്ത പോലെയായിരുന്നു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. മെയിൻലി എനിക്ക് പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ അന്ന് ഭയങ്കര സങ്കടമായത്. കാരണം പിന്നെ പൊറോട്ട ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കാസറോളിലിട്ടിട്ട് വെക്കുക ചെയ്തത്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഞാനതൊന്ന് പിന്നെ ഇതാക്കിയെടുത്തത്, മീൻസ് നമ്മളെ അടിച്ചെടുത്തത് പിന്നെയും ചൂടാക്കിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ വിചാരിച്ച പോലെ നടന്നില്ല, അത് കുറച്ചൊന്ന് ഹാർഡായിപ്പോയി. അതിൽ ഭയങ്കര സങ്കടമായിപ്പോയി. എന്നാലും ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമില്ല, അങ്ങനെയായി. പിന്നെ ഇതാ കേക്ക് കട്ടിങ്ങൊക്കെ ആയിരുന്നു. ഇവർ 3 പേരും കൂടി, ഇവർ ചങ്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ 3 പേരും കൂടി കട്ടൊക്കെ ചെയ്ത്, അതിനകത്ത് ഒരാളിപ്പോൾ ഇവിടുന്ന് പോസ്റ്റിങ് പോയി. അപ്പോൾ പിന്നെ അതിൻ്റെയും കൂടി ഒരു സെലിബ്രേഷൻ. അങ്ങനെ പിന്നെ കേക്ക് കാണാനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ മുകളിലുള്ള കളറ് ഭയങ്കര കളറായിരുന്നു. ഇവരുടെ ചുണ്ടിനൊക്കെ ഫുള്ള് ഒരു ബ്ലൂ കളർ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കേക്ക്, അതിൻ്റെ ഉള്ളിലത്തെ സ്പഞ്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഇവർ ഫുള്ള് എൻജോയ് ചെയ്യല. അതാ അവളുടെ നാക്കെന്നെ കണ്ടാൽ മനസ്സിലാവും. എൽസ കേക്കായിരുന്നു. ഇവൾക്ക് വാവാച്ചീൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് എൽസ. അപ്പോൾ എൽസ കേക്ക് മതി എന്ന് പറഞ്ഞ് അങ്ങനെ എൽസ കേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാണാനൊക്കെ അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.